പാകിസ്ഥാൻ രൂപീകരണത്തെ കൂടുതൽ പിന്തുണച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു എന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നു. സിപിഎം മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറങ്ങിയ മതേതര മലപ്പുറം മുന്നോട്ട് എന്ന സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലായിരുന്നു വിവാദമായ ഈ പരാമർശം. സൗമ്യദീപ്തം പാലോളി ജീവിതം എന്ന തലക്കെട്ടിൽ സപ്ലിമെന്റിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു. ജില്ലയിൽ പാർട്ടിയുടെ രൂപീകരണവും ആദ്യകാല പ്രവർത്തന ചരിത്രവുമെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്നതായിരുന്നു അഭിമുഖം. മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം വരാനുള്ള കാരണമെന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായി നൽകിയ മറുപടിയാണ് വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചത് പാകിസ്ഥാൻ വാദമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുമായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിലുള്ള പ്രമാണിമാരായ ആളുകൾ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഉന്നയിച്ച പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായ നിലപാട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ചു. അന്ന് ലീഗിന് നേതൃത്വം കൊടുത്തിരുന്നത് KM സീതി സാഹിബ്, സത്താർ സേട്ടു എന്നിവരായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന പക്ഷം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണെന്നും അവരുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു സീതി സാഹിബ് മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ്, ഹിന്ദുക്കളാണെങ്കിൽ വലത്തോട്ടും. മുസ്ലിങ്ങൾക്ക് ചാണകം നജസാണ്, ഹിന്ദുക്കൾക്ക് പുണ്യവും. ഇങ്ങനെ വൈരുദ്ധ്യമുള്ളവർ എങ്ങനെ ഒരുമിച്ച് ഭരണം നടത്തുമെന്ന ചോദ്യമായിരുന്നു സീതി സാഹിബിനുണ്ടായിരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരൂ എന്നായിരുന്നു ലീഗിന്റെ ആവശ്യം. അഭിമുഖത്തിൽ പറഞ്ഞ ഇക്കാര്യങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഈ പ്രായത്തിലും പാലോളി മലപ്പുറത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല പാലോളി മുഹമ്മദ് കുട്ടി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയായി. പാകിസ്ഥാനെ ആരും ഇവിടെ അനുകൂലിക്കുന്നില്ല. പാലോളി മുഹമ്മദ് കുട്ടിക്ക് എങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായെന്ന് എനിക്കറിയില്ല. വളരെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. മലപ്പുറത്തെ ജനങ്ങളൊന്നും അങ്ങനെ പാകിസ്ഥാനെ അംഗീകരിക്കുന്നവരൊന്നുമല്ല. അവരാരും അങ്ങനെ അംഗീകരിച്ചിട്ടുമില്ല. ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ നാടിന് ഗുണകരമല്ല. അത് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് അത്തരം ഒരു പരാമർശം നടത്തിയത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അത് പിൻവലിക്കും. കോൺഗ്രസിന് പുറമെ മറ്റു രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും വിഷയത്തിൽ പാലോളിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ പ്രദേശത്തെ ചില സാഹചര്യങ്ങളാണ് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ദേശിച്ചതെന്നാണ് CPM വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം.